നമസ്കാരം. ദേശീയം സാർവദേശീയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഗുജറാത്ത് കലാപം പ്രമേയമായുള്ള ഒരു സിനിമയെപ്പോലും സംഘപരിവാർ വല്ലാതെ ഭയക്കുന്നു. ഗുജറാത്ത് കലാപത്തിന് ഒരു വലിയ പ്രത്യേകതയുണ്ട്. സംസ്ഥാനം ഭരിച്ചിരുന്ന നരേന്ദ്രമോദി സർക്കാരിൻ്റെയും നരേന്ദ്രമോദിയുടെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള പോലീസിൻ്റെയും എല്ലാം പൂർണ്ണ പിന്തുണയോടെയാണ് ആ കലാപം നടന്നിരുന്നത്. കലാപത്തിന് പിന്നിൽ വലിയ ആസൂത്രണം നടന്നു. എന്നാൽ കലാപത്തിന് നേതൃത്വം നൽകിയവരൊന്നും തന്നെ ശിക്ഷിക്കപ്പെട്ടില്ല. അവരെല്ലാമാണ് ഇന്ന് രാജ്യവും ഗുജറാത്ത് എന്ന സംസ്ഥാനവുമെല്ലാം ഭരിക്കുന്നത്. കലാപവുമായി ബന്ധപ്പെട്ട് ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങളുണ്ട്. ഫെബ്രുവരി 27, സമയം രാവിലെ 7:43. ഗുജറാത്തിലെ ഗോദ്ര റെയിൽവേ സ്റ്റേഷൻ. സബർമതി എക്സ്പ്രസിലെ S6 ബോഗിയിൽ തീപിടുത്തം. ബോഗിയിലുണ്ടായിരുന്നത് അയോധ്യയിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് മടങ്ങുകയായിരുന്ന സംഘപരിവാർ കർസേവകർ. 59 പേർ തീപിടുത്തത്തിൽ വെന്ത് മരിച്ചു. ഈ തീപിടുത്തം എങ്ങനെ ഉണ്ടായി? ആസൂത്രിതമായി പുറത്തുനിന്ന് തീ കൊളുത്തിയതാണോ? ഒരു കലാപത്തിന് കാരണമുണ്ടാക്കാനായി ട്രെയിനിന് അകത്തുനിന്ന് തീ വെച്ചതാണോ? അപകടത്തിൽ തീ പടർന്നതാണോ? ഗോത്രയിൽ സബർമതി എക്സ്പ്രസിൻ്റെ S6 ബോഗിക്ക് തീപിടിച്ചു. ആ തീപിടുത്തത്തിൻ്റെ ഭാഗമായിട്ട് 59ഓളം കർസേവകർ മരണപ്പെട്ടു. ഫെബ്രുവരി 27 ഉച്ചവരെ ഗുജറാത്തും ലോകവും ആ വിഷയം ചർച്ച ചെയ്തത് അതൊരു ആക്സിഡൻ്റലായ സംഭവമായിരിക്കാം. ഒരുപക്ഷെ കർസേവകരുടെ ബോഗിക്കകത്ത് കർസേവകരുടെ സ്റ്റൗവിൽ നിന്നൊക്കെ തീപിടുത്തമുണ്ടായതായിരിക്കാം. പക്ഷേ ഉച്ചയോടുകൂടി ആ സംഭവം പാകിസ്ഥാനാണ് അതിന് പിറകിൽ, ISI പ്ലാൻ ചെയ്തതാണ്, ഗോത്രയിലെ മുസ്ലിങ്ങളാണ് ബോഗിക്ക് തീയെറിഞ്ഞ് 59 കർസേവകരെ കൊന്നുകളഞ്ഞത് എന്ന രീതിയിൽ ഒരു നറേഷൻ ഉണ്ടാക്കി. വൈകുന്നേരം ചീഫ് മിനിസ്റ്റർ DGPയുടെയും ചീഫ് സെക്രട്ടറിയുടെയും മറ്റും ഒരു മീറ്റിംഗ് വിളിച്ചു. മീറ്റിംഗിൽ വെച്ച് ഇദ്ദേഹം ഇവരോട് നിർദ്ദേശിച്ചു, അടുത്ത 3-4 ദിവസം ഹിന്ദുക്കളുടെ പ്രതികാര അഗ്നി കത്തിജ്വലിക്കും, നിങ്ങൾ ഇടപെട്ടാൽ കുഴപ്പമാണ്. ഈ വാക്കുകൾ അദ്ദേഹം ഗുജറാത്തിൽ പറഞ്ഞത്. ഗുജറാത്തിൽ തന്നെ ഞാൻ എൻ്റെ 4ാമത്തെ അഫിഡവിറ്റിൽ എഴുതി അതിൻ്റെ ട്രാൻസ്ലേഷൻ കൊടുത്തിട്ടുണ്ട്. മിസ്റ്റർ ചക്രവർത്തി എൻ്റെ അന്നത്തെ DG ഇത് പറഞ്ഞപ്പോൾ സാർ ഇതിനോട് കൂട്ടി നിൽക്കരുത്, സാറിന് ഇതിനായിട്ട് സാറ് സർക്കുലേഴ്സ് അയക്കണം, വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കണം, കണ്ടാലുടൻ വെടിവെക്കാനുള്ള ഇൻസ്ട്രക്ഷൻസ് അഹമ്മദാബാദ്, ബറോഡ, സൂറത്ത്, രാജ്കോട്ടിലെ ചില ഭാഗങ്ങൾ, മെഹസാന ഡിസ്ട്രിക്റ്റിൽ വളരെ സൂപ്പർ സെൻസിറ്റീവ് ഏരിയാസ് ഞങ്ങൾക്കെല്ലാം അറിയാം, അവിടെ സാറ് തന്നെ കൊടുക്കണം. കാരണം സാധാരണ ജനങ്ങൾ ചീഫ് മിനിസ്റ്ററുടെ മുഖത്തല്ല നോക്കുന്നത്. DGP എന്നുള്ള ആളുണ്ട്. DGP ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, DGP ഒരു ഫാദർ ഫിഗറായിട്ട്, ബ്രഹ്മാവിഷ്ണു മഹേശ്വരായിട്ട് BJP അവിടെ ഇരിപ്പുണ്ട്. DGPയാണ് ഞങ്ങളെ രക്ഷിക്കേണ്ടത് എന്നുള്ള വിശ്വാസത്തിലാണ് ജനങ്ങൾ നാട്ടിൽ കഴിയുന്നത്. അപ്പോൾ സാറിലാണ് വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത്. ഇദ്ദേഹം വെർബൽ ഇൻസ്ട്രക്ഷൻസ് ഇല്ലീഗലാണ്. അദ്ദേഹം ഞാൻ അപ്പോൾ തന്നെ പറഞ്ഞു, സാർ ഇത് വാസ്തവത്തിൽ കോൺസ്പിറസിയാണ്. സാർ ഈ ഇൻസ്ട്രക്ഷൻസ് ചീഫ് മിനിസ്റ്റർ തന്നപ്പോൾ അത് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ 120B IPCയുടെ ഇൻഗ്രീഡിയൻസ്, അതിൻ്റെ ഘടകങ്ങൾ പൂർണ്ണമായി കഴിഞ്ഞു. ഇതാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ കഴിയുന്നത് ചെയ്യാം. അദ്ദേഹം വളരെ സൗമ്യനും വളരെ ഓണസ്റ്റായിട്ടുള്ള ഓഫീസറായിരുന്നു. തമിഴ്നാടിൽ നിന്നായിരുന്നു. എനിക്കും കുറച്ച് തമിഴ് പറയാം. അത് എന്നോട് ഒരുതരം വൈകാര്യമായ അടുപ്പമുണ്ടായിരുന്നു. അന്ന് രാത്രി അന്ന് ഞങ്ങൾ 9 മണി 10 മണി ഓഫീസിലുണ്ടായിരുന്നു. 27 രാത്രി, 28 ബന്ദ്. ഇതായിരുന്നു എൻ്റെ വികാരം. ഞാൻ വളരെ ദുഃഖിച്ചു, നിസ്സഹായത തോന്നി. ഇത് ഇങ്ങനെ വേല് തന്നെ വിളവ് തിന്നുകയോ, അല്ലെങ്കിൽ ഇത് ആലോചിച്ച് നോക്കണം, ഇത്രയും ഒരു ഭീകരമായ ഒരു അവസ്ഥ ഇന്ത്യയിൽ മുമ്പ് ഉണ്ടായിട്ടില്ല, ബ്രിട്ടീഷുകാരുടെ സമയത്തോടും ഉണ്ടായിട്ടില്ലെന്ന എൻ്റെ വ്യക്തിപരമായ. അന്ന് ഗുജറാത്ത് ഭരിച്ചിരുന്ന നരേന്ദ്രമോദി സർക്കാർ ഗോദ്ര ട്രെയിൻ തീവെപ്പിനെ കുറിച്ച് അന്വേഷിക്കാൻ കടുത്ത സംഘപരിവാർ പക്ഷപാതികൾ എന്നറിയപ്പെട്ടിരുന്ന ജസ്റ്റിസ് നാനാവതി, ജസ്റ്റിസ് മേധ എന്നിവർ അടങ്ങിയ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ ചുമതലപ്പെടുത്തി. കരുതിയതുപോലെ സബർമതി എക്സ്പ്രസിന് തീവെച്ചത് ഗോദ്രയിലെ ഒരു സംഘം മുസ്ലിങ്ങളാണെന്ന് കമ്മീഷൻ റിപ്പോർട്ട് നൽകി. ട്രെയിൻ തീവെപ്പ് കേസിൽ 2011 ഫെബ്രുവരിയിൽ 31 പേരെ വിചാരണ കോടതി ശിക്ഷിച്ചു. 11 പേർക്ക് വധശിക്ഷ. പിന്നീട് ഹൈക്കോടതി ഇവരുടെ വധശിക്ഷ ജീവപര്യന്തം തടവ് ശിക്ഷയായി ചുരുക്കി. നിരപരാധികളെന്ന് കണ്ട് 63 പേരെ വെറുതെ വിട്ടു. ഈ നിരപരാധികളെല്ലാം മുസ്ലിങ്ങളായിരുന്നു. ഇവരിലെ പലരും 9 വർഷത്തോളം ജയിലിൽ കിടന്നിരുന്നു. 2004 കേന്ദ്രത്തിൽ മൻമോഹൻ സിംഗ് സർക്കാർ അധികാരത്തിൽ വന്നതിന് പിന്നാലെ റെയിൽവേ മന്ത്രിയായിരുന്ന ലല്ലു പ്രസാദ് യാദവ്
സബർമതി എക്സ്പ്രസിന് എങ്ങനെയാണ് തീപിടിച്ചതെന്ന് അന്വേഷിക്കാൻ ജസ്റ്റിസ് UC ബാനർജി കമ്മീഷനെ നിയോഗിച്ചിരുന്നു. തീപിടിച്ചത് ബോഗിക്ക് അകത്തു നിന്നാണ് എന്നതായിരുന്നു ബാനർജി കമ്മീഷന്റെ കണ്ടെത്തൽ. അത് ആസൂത്രിതമായിരുന്നില്ലെന്നും അപകട തീപിടുത്തമാണ് ഉണ്ടായതെന്നും ജസ്റ്റിസ് ബാനർജി ചൂണ്ടിക്കാണിച്ചു. പുറത്തുനിന്നെത്തിയ മുസ്ലിങ്ങളാണ് തീവെച്ചതെന്ന സംഘപരിവാറിന്റെ പ്രചാരണത്തിന്റെ മുനയൊടിക്കുന്നതായിരുന്നു ഈ കണ്ടെത്തൽ. എന്നാൽ ബാനർജി കമ്മീഷൻ റിപ്പോർട്ട് ഗുജറാത്ത് ഹൈക്കോടതി റദ്ദാക്കി. അക്കാലത്ത് തന്നെ നന്നായി കാവി പുതച്ചിരുന്ന ഗുജറാത്ത് ഹൈക്കോടതിയിൽ നിന്ന് ആരും മറ്റൊരു വിധിന്യായം പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നാൽ ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ പോകാൻ അന്ന് കേന്ദ്രം ഭരിച്ചിരുന്ന മൻമോഹൻ സിംഗ് സർക്കാർ തയ്യാറായില്ല. കാരണം കോൺഗ്രസ് അന്നേ മൃദു ഹിന്ദുത്വയുടെ പാതയിലായിരുന്നു. എന്നാൽ 2004 അധികാരത്തിൽ വന്ന കോൺഗ്രസ് സർക്കാർ, UPA സർക്കാർ ഗുജറാത്ത് വംശഹത്യയുമായി ബന്ധപ്പെട്ട ഒരു കേസിലും ശരിയായ നിലപാടെടുക്കാനോ ഇതിനെക്കുറിച്ച് കേന്ദ്ര ഏജൻസികളെ കൊണ്ട് അന്വേഷിപ്പിക്കാനോ തയ്യാറായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കോൺഗ്രസിൻ്റെ തന്നെ മുൻ MP ആണ് ഗുൽബർഗ സൊസൈറ്റിയിൽ നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെട്ട ഇഫ്രാൻ ജാഫ്രി. ആ ഇഫ്രാൻ ജാഫ്രിയുടെ കേസ് പോലും അന്വേഷിക്കാൻ കോൺഗ്രസ് തയ്യാറായില്ല. തീർച്ചയായിട്ടും ഗുജറാത്ത് വംശഹത്യ നടത്തിയ BJPയെയും RSSനെയും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ 2004 അധികാരത്തിൽ വന്ന കോൺഗ്രസ് കാര്യമായ രീതിയിൽ ഒരു ഇടപെടലും നടത്തിയില്ല. ആ അപലപനീയമായ തെറ്റ്, അപരാധം കോൺഗ്രസിനുണ്ട്. ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ചരിത്രത്തിൽ നിന്ന് ഒരിക്കലും കോൺഗ്രസിന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. ജനുവരി 30 രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ടു. ആ കൊലപാതകം വർഷങ്ങൾ നീണ്ട ആസൂത്രണത്തിന്റെ അന്ത്യത്തിലായിരുന്നു. ഗാന്ധി വധത്തോടൊപ്പം മുസ്ലിങ്ങൾക്കെതിരെ ഒരു വൻ വർഗീയ കലാപവും സംഘപരിവാർ ആസൂത്രണം ചെയ്തിരുന്നു. മുസ്ലിം സ്ത്രീകളുടെ ബുർഖ ധരിച്ച് ഗാന്ധിയെ വധിക്കാനാണ് ഗോഡ്സെയും സംഘവും ആസൂത്രണം ചെയ്തിരുന്നത്. ദില്ലിയിലെ ചാന്ദി ചൗക്കിൽ നിന്ന് 50 രൂപ മുടക്കി സംഘം ഒരു ബുർഖ വാങ്ങി. ബുർഖ ധരിച്ച് ഗാന്ധിയെ കൊലപ്പെടുത്താൻ പരിശീലനം നടത്തി. പക്ഷേ ബുർഖ ധരിച്ച് തോക്കെടുക്കാൻ ബുദ്ധിമുട്ട് തോന്നി. അതോടെ ദൗത്യം ഉപേക്ഷിച്ചു, തന്ത്രം മാറ്റി. ഗോഡ്സെ ഗാന്ധിയെ കൊലപ്പെടുത്തിയതിന് പിന്നാലെ ജനക്കൂട്ടത്തിനിടയിലേക്ക് ഓടിച്ചെന്ന് കൊല നടത്തിയത് ഒരു മുസ്ലിമാണെന്ന് ഒരാൾ ഉറക്കെ പറഞ്ഞു. മുൻകൂട്ടി നടത്തിയ ആസൂത്രണത്തിന്റെ അടിസ്ഥാനത്തിൽ കൊലയാളി സംഘത്തിൽ ഉണ്ടായിരുന്ന നാരായൺ ആപ്തയാണ് ഈ ദൗത്യം നിറവേറ്റിയത്. പക്ഷേ അപ്പോഴേക്കും രഘുനാഥ് നായക് എന്ന ധീരനായ ഒരാൾ യഥാർത്ഥ കൊലയാളിയായ ഗോഡ്സെയെ കൈയോടെ പിടികൂടി. ഇത് നടന്നില്ലായിരുന്നുവെങ്കിൽ ഗാന്ധിയെ കൊലപ്പെടുത്തിയത് മുസ്ലിം ആണെന്നുള്ള കള്ളക്കഥ പലരും വിശ്വസിക്കുമായിരുന്നു. രാജ്യത്തൊട്ടാകെ കലാപം പടരുമായിരുന്നു. നിരവധി മുസ്ലിങ്ങൾ കൊല്ലപ്പെടുമായിരുന്നു. സമാനമായ ഒരു ഗൂഢാലോചന സബർമതി എക്സ്പ്രസ് തീപിടുത്തത്തിൽ നടന്നിട്ടുണ്ടോ? സത്യസന്ധമായ ഒരു അന്വേഷണം ഇതുവരെ നടന്നിട്ടില്ല. 2004 മുതൽ 2014 വരെ രാജ്യം ഭരിച്ച കോൺഗ്രസ് കാര്യക്ഷമമായ ഒരു അന്വേഷണം നടത്തിയിരുന്നുവെങ്കിൽ സത്യം പുറത്തുവരുമായിരുന്നു. ഗുജറാത്ത് എക്കാലത്തും സംഘപരിവാറിന്റെ രാഷ്ട്രീയ പരീക്ഷണശാലയായിരുന്നു. ഗോദ്രയിൽ സബർമതി എക്സ്പ്രസിന് തീവയ്പുണ്ടായത് സംഘപരിവാർ കാത്തിരുന്ന ഒരു സുവർണാവസരമായിരുന്നു. ആ അവസരം സംഘപരിവാർ നന്നായി വിനിയോഗിച്ചു. ഗുജറാത്ത് കലാപകലുഷിതമായി. കലാപങ്ങളിലൂടെ എങ്ങനെ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാമെന്ന് ഗുജറാത്തിലൂടെ സംഘപരിവാർ തെളിയിച്ചു. സംഘപരിവാറിന് ഗുജറാത്ത് എക്കാലത്തും പരീക്ഷണശാലയായിരുന്നു. ഗോദ്രയിലെ ട്രെയിൻ തീവെപ്പും കർസേവകർ വെന്തു മരിച്ചതും വീണുകിട്ടിയ സുവർണാവസരമായി. സംഘപരിവാർ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് നേരെ അഴിഞ്ഞാടി. ഗുജറാത്ത് കലാപ കലുഷിതമായി. പോലീസ് കലാപകാരികൾക്ക് എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തു. അതോടെ കലാപം വംശഹത്യയായി. കലാപകാരികളായാലും ജനക്കൂട്ടമായാലും പോലീസിൻ്റെ നിലപാട് പരീക്ഷിക്കും. അതാണ് ആദ്യം നടന്നത്. ഞാൻ രാവിലെ അന്ന് എനിക്ക് എൻ്റെ ഓഫീസിൽ പോകാനായിട്ട് 9:30 പോയപ്പോൾ വഴിയിലെല്ലാം എൻ്റെ തന്നെ സേനാ വിഭാഗത്തിലുള്ള SRPയുടെ ജവാന്മാർ പോസ്റ്റഡായിരുന്നു. അവരുടെ മുമ്പ് വെച്ച് തന്നെ ടയർ കത്തിക്കുന്നു. ചെറിയ സ്കൂട്ടറിസ്റ്റ് പോകുമ്പോൾ അവരെ തടുത്ത് നിർത്തി അവരെന്ന് എക്സ്ട്രോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതെന്താ നിങ്ങൾ ഇടപെടാത്തത്? സാർ, മുകളിൽ നിന്ന് ഇൻസ്ട്രക്ഷൻസ് ഇല്ല. അന്ന് അപ്പോഴൊരു മുദ്രാവാക്യം, ഇത് വളരെ രഹസ്യമായ അകത്ത കാര്യമാണ്, എന്തെന്നാൽ പോലീസ് ഞങ്ങളുടെ കൂടെയാണ് എന്ന് ക്രൂഡായിട്ട് മലയാളം പോലീസ് സാഥേ. ഞാൻ പറയാം, അത് അന്തർ കി ബാത്ത് ഹേ, പോലീസ് ഹമാരേ സാഥേ എന്നാൽ ആ ക്രൗഡ് തന്നെ വിളിച്ചുകൊണ്ടിരുന്നു. ഇതാണ് നടന്നുകൊണ്ടിരുന്നത്. പല സ്ഥലങ്ങളിലും ഈ ക്രൗഡിൻ്റെ നേതാക്കന്മാരോ അല്ലെങ്കിൽ പാർട്ടി നേതാക്കന്മാരോ കൺട്രോൾ റൂമിൽ വിളിച്ച് പറയും, ഞങ്ങളുടെ ഒരു ക്രൗഡ് ഇന്ന സ്ഥലത്ത് പോവുകയാണ്,
തൽക്കാലം അവിടെ ആരെയും അയക്കണ്ട. ഇതെൻ്റെ കൂടെ വർക്ക് ചെയ്ത സബ് ഇൻസ്പെക്ടേഷൻ പറഞ്ഞതാണ്. അതുകൊണ്ടാണ് ഇത് ആരും തന്നെ ഈ ക്രൗഡ് എന്ന് പറയുന്നത് ഭീരുക്കളുടെ ഒരു ഗ്രൂപ്പാണ്. ശക്തമായൊരു നിലപാടെടുത്താൽ ഒരു ക്രൗഡും കലാപത്തിന് കൂട്ടു നിൽക്കില്ല. ഇന്ത്യയിൽ ഏത് കലാപവും പോലീസ് സേനയ്ക്ക് മനോവീര്യവും കൺവിക്ഷനും ഉണ്ടെങ്കിൽ, രാഷ്ട്രീയമായ സപ്പോർട്ടുണ്ടെങ്കിൽ അരമണിക്കൂറിൽ കൂടുതൽ നീണ്ടു നിൽക്കില്ല. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ആദ്യത്തെ വളരെ ശക്തമായ 4 പേരെ വെടിവെച്ചിടണം. അത് നടന്നല്ലോ. ഞാൻ മാത്രമല്ല ഈ മോഡിക്കെതിരായിട്ടുള്ള അല്ലെങ്കിൽ മോഡിക്ക് ദൂഷ്യം ചെയ്യുന്ന എവിഡേറ്റ് കൊടുത്തത്, വേറൊരു ചെറുപ്പക്കാരൻ കൂടെ ഉണ്ട്, രാഹുൽ ശർമ്മ. അദ്ദേഹം ഇപ്പോൾ SRPയിൽ, അദ്ദേഹം CBIയിൽ DIG ആയിട്ട് ബോംബെയിൽ വർക്ക് ചെയ്യുകയാണ്. അദ്ദേഹം ഭാവനഗറിലായിരുന്നു. അദ്ദേഹം നേരിട്ട് പറഞ്ഞാണ്, അഫിഡവിറ്റ് അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. ഭാവനഗറിൽ അദ്ദേഹം ഇരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ വയർലെസ് ചാനൽ SP ആയിരുന്നു അവിടുത്തെ. SP-യുടെ വയർലെസ് ചാനലിൽ ഫീൽഡിലുള്ള എല്ലാ പോലീസ് വയർലെസ് ചാനൽസിൻ്റെ ഇൻഫർമേഷൻ കിട്ടും. വയർലെസ് ചാനൽ ഒരു ഇൻഫർമേഷൻ വന്നു, ഫീൽഡിലുള്ള ഒരു പെട്രോൾ വെഹിക്കിൾ, പോലീസ് പെട്രോൾ പറയുന്നു, സാർ ഒരു 400-500 പേരുടെ ഒരു ക്രൗഡ് ഒരു മദ്രസയ്ക്ക് അടുത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏത് സമയം ഒരു മദ്രസക്കത്തേക്ക് 250 പാവപ്പെട്ട മൈനോറിറ്റി ചിൽഡ്രനാണ് ഉള്ളത്. ഉടൻ തന്നെ അയാൾ പെട്രോൾ ചെയ്യുന്ന വണ്ടി അവിടെ തിരിച്ചു വിട്ടു, അവിടെ എത്തി. അപ്പോൾ ഈ ബാബുൽ ശർമ്മ നേരിട്ട് പറഞ്ഞാണ്. അപ്പോൾ ക്രൗഡിലുള്ള ആൾ വന്ന് പറഞ്ഞു, സാറെന്തിനാണ് ഇവിടെ വന്നത്? സാർ ഇവിടുന്ന് പോകണം. ഞാൻ പോകാനില്ല, ഞാനിവിടുത്തെ SP ആണ്, ഞാൻ നിങ്ങളെ വെടിവെക്കും. ഞങ്ങളുടെ പുറത്ത് സാറ് വെടിവെക്കുമോ? സാറേ തീർച്ചയായിട്ടും വെടിവെക്കും. 4 പേരെ വെടിവെച്ച് വന്നു. ചെസ്റ്റിലാണ് ഉണ്ടാകൊണ്ടിരിക്കുന്നത്, ചെസ്റ്റിൽ, ഫ്രണ്ടിൽ. ക്രൗഡ് ഓടിപ്പോയി. അല്ലെങ്കിൽ ഇന്ത്യയെ നടക്കുന്ന ഏറ്റവും വലിയ ദുരന്തമായിരുന്ന 250 പാവപ്പെട്ട കൊച്ചു കുട്ടികളെ ഈ ക്രൗഡ് കൊന്നനെ. അയാളുടെ അന്ന് രാത്രി തന്നെ അദ്ദേഹത്തെ അവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്തു. പിന്നെ പലവിധ ഉപദ്രവങ്ങളും ഉണ്ടായി. എങ്ങനെ വ്യവസായം കൊണ്ട് അയാൾ ഗുജറാത്തിൽ നിന്ന് ഡെപ്യൂട്ടി വാങ്ങിച്ച് രക്ഷപ്പെട്ട് CBI പോയി ഇരിക്കുകയാണ്. ഇപ്പോൾ തിരിച്ചു വരുമ്പോൾ എന്തുണ്ടാവുന്ന ദൈവത്തിനറിയാം. ഞാൻ എപ്പോൾ രാഹുൽ ശർമ്മയോട് പറയുന്നത്, രാഹുൽ ശർമ്മ നിങ്ങളാണ് ഒരു ധൈര്യവാൻ, ഞാൻ എൻ്റെ ഫാഗ് ഓഫ് ദി കാരിയറിൽ എന്നെ ഇപ്പോൾ എന്ത് ചെയ്യാൻ നോക്കും. 2007 നവംബർ 7 ദില്ലിയിൽ നിന്ന് പുറത്തിറങ്ങിയ ടെഹൽക്ക മാഗസിൻ സ്റ്റിംഗ് ഓപ്പറേഷനിലൂടെ കലാപത്തിന് പിറകിലെ സംഘപരിവാർ ആസൂത്രണവും മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയുടെ പങ്കും പിന്തുണയും വെളിപ്പെടുത്തി. ടെഹൽക്കയുടെ ഒളിക്യാമറയ്ക്ക് മുന്നിൽ ബാബു ബജറംഗി എന്ന VSP നേതാവ് എല്ലാം തുറന്നു പറഞ്ഞു. मैं तो आज भी बोलता हूँ कि कुछ भी हो, लेडीज हो, बच्चे हो, कुछ भी हो, काटने से कुछ मारो, काटो, जलाना। कैसा लगता है जब मारते तो कैसा मजा आता है सब? उसको मार के आके घर पे सो गए। फिर नरेंद्र भी हमारे को संदेशा भेजा, ठहर जाओ मैं अभी सेटिंग करता हूँ, अभी टाइम निकल गया है। फिर उन्होंने जज को भेजा, जज ने फाइल नहीं कुछ नहीं, बोले जा रहे। तो उन्होंने जो 3 दिन का मोहलत दिया था, जो भी करना चाहो कर लो, 3 दिन के बाद में बंद कर दूंगा, ये उन्होंने खुलेआम कहा था। और 3 दिन के बाद बोला कि आप बंद कर दो, और सारा बंद हो गया. എങ്ങനെയാണ് ഗുജറാത്തിലെ നരോദ പാട്ടിയിൽ ഗോത്ര സംഭവത്തിൻ്റെ പേരിൽ 98ഓളം വരുന്ന മനുഷ്യരെ, സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന മനുഷ്യരെ നിഷ്ഠൂരമായി കൊല ചെയ്തത്? അതിനുവേണ്ടി തങ്ങൾ നടത്തിയ ഒരുക്കങ്ങൾ, തങ്ങൾ എങ്ങനെയാണ് ആസൂത്രിതമായി ഇത്തരം ഒരു കൊലപാതകം പ്ലാൻ ചെയ്ത് നടത്തിയത്? ഈ കാര്യങ്ങൾ എമ്പുരാൻ വരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ പബ്ലിക് ഡൊമിനിയിലുണ്ട്. കാരവനും തഹൽക്കയൊക്കെ ഇത് പുറത്തു കൊണ്ടുവന്നതാണ്. സ്റ്റിംഗ് ഓപ്പറേഷനിൽ ഈ ബാബു ബജ്രംഗി ഈ കാര്യങ്ങളൊക്കെ തന്നെ തുറന്നു പറയുന്നുണ്ട്. അഭിമാനപൂർവ്വം അദ്ദേഹം ഈ മുസ്ലിങ്ങൾക്ക് നേരെ നടത്തിയ കൂട്ടക്കൊലയെ സംബന്ധിച്ച് സംസാരിച്ചിട്ടുണ്ട്. കലാപത്തിൽ നരേന്ദ്രമോദിയുടെ പങ്ക് വെളിപ്പെടുത്തുന്ന ഒരു ഡോക്യുമെന്ററി 2023 ജനുവരി 20 BBC സംപ്രേഷണം ചെയ്തു. എന്നാൽ ഇന്ത്യയിൽ മോദി സർക്കാർ സംപ്രേഷണം വിലക്കി. BBCക്കെതിരെ പ്രതികാര നടപടികൾ തുടങ്ങി. രാജ്യത്ത് ആയിരക്കണക്കിന് കേന്ദ്രങ്ങളിൽ ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചു. ഗുജറാത്ത് വംശഹത്യയിലെ മോദിയുടെ പങ്ക് രാജ്യവും ലോകവും വീണ്ടും ചർച്ച ചെയ്തു. കലാപസമയത്ത് സംഘപരിവാർ ക്രിമിനൽ സംഘം ബിൽക്കീസ് ബാനുവിനെ കൂട്ടബലാത്സംഗം ചെയ്തു. ബിൽക്കീസ് ബാനുവിന്റെ കുഞ്ഞിനെ കൊലപ്പെടുത്തി. നീതിക്ക് വേണ്ടി ബിൽക്കീസ് ബാനു നടത്തിയ നിയമപോരാട്ടങ്ങൾ ഇന്ത്യൻ നീതിന്യായ ചരിത്രത്തിന്റെ തിളങ്ങുന്ന അധ്യായമാണ്. സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ നടന്ന പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിച്ചത്. അവർ സംഘപരിവാർ ക്രിമിനൽ സംഘത്തെ പ്രതികളാക്കി കുറ്റപത്രം നൽകി. ഗുജറാത്തിന് പുറത്ത് മുംബൈയിൽ വിചാരണ നടത്തി. വിചാരണ കോടതിയും ഹൈക്കോടതിയും പ്രതികളെ ശിക്ഷിച്ചു. എന്നാൽ സ്വാതന്ത്ര്യ സമരത്തിന്റെ 75ാം വാർഷികം എന്ന കാരണം പറഞ്ഞ് കേന്ദ്രവും സംസ്ഥാനവും ഭരിക്കുന്ന BJP സർക്കാരുകൾ സംഘപരിവാർ ക്രിമിനലുകൾക്ക് ശിക്ഷാ ഇളവ് നൽകി. അവരെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചു. കൊടും കുറ്റവാളികളെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചതിനെതിരെ രാജ്യത്ത് ശക്തമായ പ്രതിഷേധമുയർന്നു. CPIM നേതാവ് സുഭാഷിണി അലി സുപ്രീം കോടതിയിൽ നടത്തിയ നിയമപോരാട്ടം ലക്ഷ്യം കണ്ടു.
പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകിയ നടപടി സുപ്രീം കോടതി റദ്ദാക്കി. കൊടും ക്രിമിനലുകൾ ജയിലിലേക്ക് മടങ്ങി. മോദിയും അമിത്ഷായും മോഹൻ ഭാഗവതും നാണം കെട്ട് തലകുനിച്ചു. ഗുജറാത്തിലെ നരോദ പാട്ടിയ 2002 ഫെബ്രുവരി 28 സംഘപരിവാർ ക്രിമിനൽ സംഘം ഇവിടെ അഴിഞ്ഞാടി. മുസ്ലിം സമുദായത്തിൽപ്പെട്ട 36 സ്ത്രീകളും 35 കുട്ടികളും ഉൾപ്പെടെ 97 പേരെ കൊലപ്പെടുത്തി. ഇവിടുത്തെ കൂട്ടക്കൊലകൾക്ക് നേതൃത്വം നൽകിയിരുന്നത് BJPയുടെ ഒരു വനിതാ നേതാവായിരുന്നു, മായ കൊടനാനി. ഗുജറാത്തിലെ പ്രമുഖയായ BJP നേതാവ്, നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും വിശ്വസ്ത, നരോദയിലെ MLA, വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി. 2012 ഒക്ടോബറിൽ വിചാരണ കോടതി നരോദ പാട്ടിയ കൂട്ടക്കൊലക്കേസിൽ മായ കൊടനാനി കുറ്റക്കാരി എന്ന് വിധിച്ചു. മായ കൊടനാനിക്ക് 28 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചു. 1 വർഷത്തെ ജയിൽവാസത്തിന് ശേഷം മായ കൊടനാനി ഗുജറാത്ത് ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം നേടി. അതോടെ പുറത്തിറങ്ങി. മായ കൊടനാനിയുടെ അപ്പീൽ പരിഗണിച്ച ഹൈക്കോടതി 2018 ഈ കൊടും ക്രിമിനലിനെ കുറ്റവിമുക്തയാക്കി. 28 വർഷത്തെ തടവ് ശിക്ഷ വട്ടപൂജ്യമായി മാറി. ഇതാണ് ഗുജറാത്ത്, ഇതാണ് ഇന്നത്തെ ഇന്ത്യ. മഹാത്മാഗാന്ധി വധക്കേസിലെ മുഖ്യ ആസൂത്രകനായിരുന്നു VD സവർക്കർ. പക്ഷേ സവർക്കർ ശിക്ഷിക്കപ്പെട്ടില്ല. ഇതിന് ഉത്തരവാദി അന്ന് രാജ്യം ഭരിച്ചിരുന്ന കോൺഗ്രസ് സർക്കാരുകളാണ്. ഗുജറാത്ത് കലാപക്കേസുകളിൽ മോദിയും അമിത്ഷായും ശിക്ഷിക്കപ്പെടാത്തതിന്റെ ഉത്തരവാദിയും കോൺഗ്രസ് സർക്കാരുകളാണ്. 2004 മുതൽ 2014 വരെ കേന്ദ്രം ഭരിച്ചിരുന്നത് കോൺഗ്രസ് സർക്കാരാണ്. പക്ഷേ മോദിക്കും അമിത്ഷായ്ക്കുമെതിരെ ഒട്ടേറെ വെളിപ്പെടുത്തലുകൾ ഉണ്ടായിട്ടും ചെറുവിരലനക്കാൻ പോലും മൻമോഹൻ സിംഗ് സർക്കാർ ധൈര്യപ്പെട്ടില്ല. മോദി ഗുജറാത്ത് കലാപത്തിന്റെ മാത്രമല്ല, കോൺഗ്രസിന്റെ നിഷ്ക്രിയത്വത്തിന്റെ കൂടി സൃഷ്ടിയാണ്. എല്ലാ സമൂഹത്തിലും ധീരരും സത്യസന്ധരുമായ ഒരു ചെറിയ വിഭാഗമെങ്കിലും ഉണ്ടാവും. ഗുജറാത്തിലും ധീരരും സത്യസന്ധരുമായ ചിലരുണ്ടായിരുന്നു. അവർ അനീതിക്കെതിരെ ശക്തമായി പ്രതികരിച്ചു. അവർ ഇരകൾക്കൊപ്പം നിന്നു. എന്നാൽ അവരെല്ലാം ഇന്നും ക്രൂരമായ രീതിയിൽ വേട്ടയാടപ്പെടുകയാണ്. ഗുജറാത്തിലെ മുഖ്യ പ്രതിപക്ഷം കോൺഗ്രസ് ആണ്. കലാപത്തിന് ഇരയായവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള പിന്തുണ നൽകാൻ കോൺഗ്രസ് ഒരിക്കലും തയ്യാറായില്ല. അഹമ്മദ് പട്ടേലായിരുന്നു ഗുജറാത്തിലെ ഏറ്റവും പ്രമുഖനായ കോൺഗ്രസ് നേതാവ്. എന്നാൽ പട്ടേലിനെ മുസ്ലിമാണെന്ന ഒറ്റ കാരണത്താൽ ഗുജറാത്ത് രാഷ്ട്രീയത്തിൽ നിന്ന് അകറ്റി നിർത്തി. ഗുജറാത്തിലെ കോൺഗ്രസ് MLA-മാർ എപ്പോൾ വേണമെങ്കിലും BJPക്ക് വിലയ്ക്ക് വാങ്ങാവുന്ന വിൽപ്പന ചരക്കുകളായി മാറി. കലാപക്കേസുകളിൽ നീതിബോധത്തോടെ പ്രവർത്തിച്ച ധീരയായ ഒരു ന്യായാധിപയുണ്ട്, ജസ്റ്റിസ് താഹിർ രമണി. മുംബൈ ഹൈക്കോടതിയിലെ ജസ്റ്റിസായിരിക്കെ ബിൽക്കിസ് ബാനു കൂട്ടബലാത്സംഗ കേസിൽ ശിക്ഷ വിധിച്ചു. സംഘപരിവാർ ക്രിമിനൽ സംഘത്തിന് കീഴ്ക്കോടതി നൽകിയ ശിക്ഷ ശരിവെച്ച് വിധിന്യായം പുറപ്പെടുവിച്ചു. അന്നു മുതൽ വേട്ടയാടൽ തുടങ്ങി. സഹിക്കാനാകാതെ താഹിർ രമണി ജുഡീഷ്യറിയിൽ നിന്ന് രാജിവെച്ചു. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇപ്പോഴും താഹിർ രമണിയുടെ പിന്നാലെയുണ്ട്. കലാപകാരികൾക്ക് ഒത്താശ ചെയ്യണമെന്ന മോദിയുടെ നിർദ്ദേശം തള്ളിക്കളഞ്ഞ് സത്യസന്ധമായി പ്രവർത്തിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ട്. ഗുജറാത്ത് പോലീസിലെ DGP ആയിരുന്ന RB ശ്രീകുമാർ. ശ്രീകുമാറിന്റെ മേൽ കള്ളക്കേസ് ചുമത്തി. 2022 ജൂൺ 20 പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങി. ആരോഗ്യ പ്രശ്നങ്ങളാൽ ഇപ്പോൾ വിശ്രമത്തിലാണ്. മോഡി അദ്ദേഹത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മോദി അദ്ദേഹത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഓത്തിനെതിരായി പ്രവർത്തിച്ചു. കോൺസ്റ്റിറ്റ്യൂഷണൽ ഓത്തിനെതിരായിട്ട് പ്രവർത്തിച്ചിട്ട് ക്രമസമാധാനം നശിപ്പിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ആരെപ്പറ്റിയും മുൻകൂട്ടി റിപ്പോർട്ട് കൊടുക്കേണ്ടതാണ് ഏത് ഇൻ്റലിജൻസുകാരൻ്റെയും ചുമതല. ഈ കോൺസ്റ്റബിൾ നീലാണ്ടപ്പിള്ള ചെയ്തത് തന്നെ ഞാൻ ചെയ്തത്, വേറെ കൂടുതലൊന്നും ചെയ്തിട്ടില്ല. അല്ലാതെ ഞാൻ ഉടൻ തന്നെ നീലാണ്ടപ്പിള്ളെ ഞാൻ DG ഓഫ് കേരളയാണ് മിസ്റ്റർ പിള്ളെ, നിങ്ങൾക്ക് ചെല്ലാൻ തരാൻ എന്ത് അധികാരം എന്ന് ചോദിക്കുന്നവരുടെ വിഡ്ഢിത്തമാണ്. സംഘപരിവാറിന്റെ തീട്ടൂരങ്ങൾ തള്ളി ധീരതയോടെ പ്രവർത്തിച്ച മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥൻ സഞ്ജീവ് ഭട്ട് 6 വർഷമായി ജയിലിലാണ്. ഒന്നിനു പിന്നാലെ ഒന്നായി കള്ളക്കേസുകൾ. കലാപത്തിന്റെ ഇരകൾക്ക് നീതി ലഭിക്കാനായി പോരാടിയ ഒരു സാമൂഹ്യ പ്രവർത്തക തീസ്റ്റ സദൽവാദ് 2022 ജൂൺ 25 കള്ളക്കേസ് ചമച്ച് ഗുജറാത്ത് പോലീസ് ജയിലിലടച്ചു. ജാമ്യം നേടി പുറത്തിറങ്ങി. ഇപ്പോഴും പൊതുരംഗത്ത് സജീവം. Sure that one purpose
we fulfill is to get the authoritarian facets out of power. I am not wasting any chance on a public podium to say I am a child of emergency. ഗുജറാത്ത് കലാപം ഓർമ്മിപ്പിക്കുന്ന ഒരു സിനിമാ സംഭാഷണം പോലും മോദിക്കും അമിത്ഷായ്ക്കും സംഘപരിവാറിനും ഭയമാണ്. എന്തെങ്കിലും സത്യം പുറത്തുവരുമോ എന്ന ഭയം. നരേന്ദ്രമോദി ഇന്ന് നിർമ്മിച്ചു വച്ചിരിക്കുന്ന ഒരു ഇമേജ്, അദ്ദേഹത്തിൻ്റെ ഒരു ബിംബം എന്ന് പറയുന്നത് വികാസ് പുരുഷനത, മിസ്റ്റർ ഡെവലപ്മെൻ്റാണ് നരേന്ദ്രമോദി. പക്ഷേ ഈ മിസ്റ്റർ ഡെവലപ്മെൻറ്റ് നരാധമനായ മുസ്ലിങ്ങളുടെ ചോരക്കര പുരണ്ട ഒരു കുറ്റവാളിയാണ് എന്ന കാര്യമാണ് എമ്പുരാൻ സിനിമയിലൂടെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ ഗുജറാത്ത് വംശഹത്യയുടെ നരോത്പട്ടിയിലും അതേപോലെ തന്നെ ബെസ്റ്റ് ബേക്കറിയിലും ഒക്കെ നടന്ന നിഷ്ഠൂരമായ കൂട്ടക്കൊലകളുടെ ഗോത്ര തീവണ്ടി സംഭവത്തിന് ശേഷം ഗോത്രയിലെ മുസ്ലിം പ്രദേശങ്ങളിലെ ചേരികളിലേക്ക് ചെന്ന് ഹിന്ദുത്വവാദികൾ RSSകാർ നടത്തിയിട്ടുള്ള നിഷ്ഠൂരമായ നരവേട്ടയുടെ അനുഭവങ്ങൾ, ഇതെല്ലാം തന്നെ എന്താണ് ഈ സിനിമ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഗുജറാത്ത് കലാപത്തെ BJPയുടെ ചരിത്രവും ഇന്ത്യയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട ഈ വംശഹത്യയുടെ ഓർമ്മകളെ, ഈ വംശഹത്യ ഇന്ന് സമൂഹത്തിൻ്റെ പൊതുബോധത്തിലേക്ക് വരുന്നതിനെ BJP അങ്ങേയറ്റം ഭയപ്പെടുകയാണ്. കാരണം വംശഹത്യകൾ വഴി, വർഗീയ കലാപങ്ങൾ വഴി വർഗീയ ധ്രുവീകരണമുണ്ടാക്കി, സാമുദായിക ധ്രുവീകരണമുണ്ടാക്കി തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വരിക എന്ന രാഷ്ട്രീയ തന്ത്രമാണ് BJPയുടെ തന്ത്രം. ആ തന്ത്രം എത്ര ഭീകരവും മനുഷ്യത്വരഹിതവുമായ കൂട്ടക്കൊലകൾക്കാണ് അവരെ പ്രേരിപ്പിച്ചത് എന്ന കാര്യമാണ് ഗുജറാത്ത് വംശഹത്യയുമായി ബന്ധപ്പെട്ട് എമ്പുരാൻ സിനിമയുടെ പശ്ചാത്തലത്തിൽ നമ്മളെല്ലാം ചർച്ച ചെയ്യുന്നത്. പരസ്യത്തിനായി വർഗീയത പ്രചരിപ്പിക്കുന്നു. തട്ടിപ്പുകാരനായ ബാബ രാംദേവാണ് വർഗീയത ആളിക്കത്തിച്ചുകൊണ്ട് തൻ്റെ ഉൽപ്പന്നമായ പതഞ്ജലിക്ക് വേണ്ടി പ്രചാരണം നടത്തുന്നത്. കാലം മാറുന്നതോടെ രാംദേവിൻ്റെ തട്ടിപ്പ് രീതികളും മാറുന്നു. ഇത്തവണത്തെ ദേശീയം സർവ്വദേശീയം ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.